ഹരേ കൃഷ്ണ. കൃഷ്ണൻ തൻ്റെ ഭക്തന് വേണ്ടി ക്ഷേത്രമതിൽ തകർത്ത് ദർശനം നൽകിയ കഥയാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കഥ. കർണാടകയിലുള്ള ഉഡുപ്പിയിലുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം പിന്തിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്തിനാണ് കൃഷ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? ഭക്തിയുടെ മഹത്വവും കൃഷ്ണൻ്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥ ഇതിന് പിന്നിലുണ്ട്. കർണാടകയിലെ ഒരു സാധാരണ ഇടയ കുടുംബത്തിലാണ് കനകദാസൻ ജനിച്ചത്. ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ പോലും അദ്ദേഹം കൃഷ്ണനാമങ്ങൾ ജപിക്കുമായിരുന്നു. ഉഡുപ്പിയിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തെപ്പറ്റി കേട്ടറിഞ്ഞ കനകദാസന് ഉഡുപ്പി ശ്രീകൃഷ്ണ വിഗ്രഹം കാണാൻ മനസ്സ് ഒരുപാട് കൊതിച്ചു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം ഉഡുപ്പിയിലെത്തി. പക്ഷേ എന്തു ചെയ്യാം, ജാതീയ വേർതിരിവ് പ്രബലമായിരുന്ന കാലത്ത് അബ്രാഹ്മണനായ കനകദാസന് ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതിനോ വിഗ്രഹ ദർശനം നടത്തുന്നതിനോ സാധിച്ചില്ല. അയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിൽ വരാൻ പോലും അനുവദിച്ചില്ല. തികഞ്ഞ ഒരു കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം. കൃഷ്ണഭക്തനായ കനകദാസൻ ദിവസവും ക്ഷേത്രത്തിൻ്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണുണ്ടായത്. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ പാടി, കൃഷ്ണ നീ ബേഗനെ ബാരോ ബാരോ, കൃഷ്ണ നീ വേഗം വരൂ വേഗം വരൂ, ആ തിരുമുഖം ഒന്ന് കാണിക്കൂ. പിന്നീട് പാടിയ വരികൾ ഇങ്ങനെയാണ്: കാലിൽ പാദസരമിട്ട് നീല നിറമുള്ള കൈവളയിട്ട്, നീലവർണ്ണ നൃത്തം ചെയ്തു വരൂ, അരയിൽ മണികെട്ടിയ അരഞ്ഞാണമിട്ട്, മോതിരമിട്ട് കഴുത്തിൽ വൈജയന്തി മാലയിട്ടുകൊണ്ട് വേഗം വരൂ, കാശി മഞ്ഞപ്പട്ടൊടുത്ത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ദേഹത്ത് പൂശിയ ചന്ദനഗന്ധവുമായി വരൂ, വാ തുറന്ന് 3 ലോകവും അമ്മയെ കാണിച്ച ഉഡുപ്പിയിലുള്ള ശ്രീകൃഷ്ണ വേഗം വരൂ. അവസാനത്തെ വരി പാടിക്കഴിഞ്ഞതും അദ്ദേഹം കരഞ്ഞുപോയി. കുഞ്ഞു വായ്ക്കുള്ളിൽ സർവ്വപ്രപഞ്ചവും കാണിച്ചു കൊടുത്ത കണ്ണ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എൻ്റെ മുന്നിൽ ഒന്ന് വരാൻ എന്താണ് പ്രയാസം? എന്നിട്ടും വന്നില്ലല്ലോ എന്നൊരു പരിഭവം കൂടി പറഞ്ഞു. കണ്ണ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും അങ്ങും എന്നെ തള്ളിക്കളയുകയാണോ എന്ന് ആ ഭക്തൻ സങ്കടത്തോടെ ചോദിച്ചു. ആ ഭക്തൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ പെട്ടെന്ന് അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. കനകദാസൻ പാടിക്കൊണ്ടിരുന്ന ക്ഷേത്രമതിൽ വലിയൊരു ശബ്ദത്തോടു കൂടി വിണ്ടുകീറി. സാധാരണ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹം തൻ്റെ ഭക്തൻ്റെ കരച്ചിൽ കേട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നു. ആ മതിലിൻ്റെ വിടവിലൂടെ ഭഗവാൻ തൻ്റെ ഭക്തന് ദർശനം നൽകി. പിറ്റേന്ന് രാവിലെ വന്ന പൂജാരിമാർ കണ്ടത് വിഗ്രഹം തിരിഞ്ഞു നിന്നതാണ്. ഭഗവാൻ തന്നെ ആ ഭക്തനെ സ്വീകരിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. അവർ കനകദാസനോട് മാപ്പ് പറഞ്ഞു. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ ഉഡുപ്പി ശ്രീകൃഷ്ണൻ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുകയാണ്. ഉഡുപ്പി ക്ഷേത്രത്തിൽ ഭഗവാൻ ഇന്നും പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. എല്ലാവരും ഭഗവാനെ ദർശിക്കുന്നത് കനകനകിണ്ടി, അതായത് കനകൻ്റെ ജനൽ എന്ന വിടവിലൂടെയാണ്. ആത്മാർത്ഥമായ വിളി കേട്ടാൽ ഏതു മതിൽ തകർത്തും ഭഗവാൻ ഭക്തൻ്റെ മുന്നിലെത്തും. ഹൃദയത്തിലെ സ്നേഹത്തിലും അചഞ്ചലമായ വിശ്വാസത്തിലുമാണ് ഭഗവാൻ വസിക്കുന്നത്.